ഇത് ഈത്തപ്പഴം വെളുത്തുള്ളിയും കൂടെയുള്ള അച്ചാറാട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുപ്പിലും വെക്കണ്ട, എണ്ണയും വേണ്ട. അപ്പോൾ മിന്നാമിനി ആർട്സ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ തേങ്ങയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റെസിപ്പി മാറിപ്പോയോ? മാറിപ്പോയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ തേങ്ങയല്ല ആവശ്യം, അതിൻ്റെ അകത്തെ വെള്ളമാണ് വേണ്ടത്. പിന്നെ അവിടെ നല്ല മൂത്ത ഒരു വലിപ്പമുള്ളൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു കണ്ണ് തുറന്നിട്ട് വെള്ളം എടുക്കാം. ഇപ്പോൾ തേങ്ങ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ അളവിനനുസരിച്ചാണ് നമുക്ക് തേങ്ങ വെള്ളം വേണ്ടത്. ഇപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ഇളനീര് വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഇളനീര് വെച്ച് ചെയ്യാൻ പറ്റില്ല, നല്ല മൂത്ത തേങ്ങയുടെ വെള്ളം തന്നെ വേണം. ഇപ്പോൾ നമുക്കിവിടെ 1 ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 15 ഉണക്കമുളകാണ്, കുറച്ച് എരിവുള്ള മുളകാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ കുരു മുഴുവൻ കളഞ്ഞിട്ട് കുരു മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് ഉണക്കണം, വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. പിന്നെ വേണ്ടത് ഈത്തപ്പഴം. ഞാൻ ഒരു 20 ഈത്തപ്പഴമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ കുരു കളഞ്ഞിട്ടൊന്ന് നീളത്തിൽ കീറി വെക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ ഒരു 20 ഈത്തപ്പഴം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് കീറി വെച്ച് ഈത്തപ്പഴം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിരുന്ന തേങ്ങയുടെ വെള്ളമല്ലേ, അതൊന്ന് അരിച്ചൊഴിക്കണം. അതിൽ ചിലപ്പോൾ ചകിരിൻ്റെ പൊടിയൊക്കെ കാണും, അപ്പോൾ ഒന്ന് അരിച്ച് ഒഴിക്കുക. അതായത് ഈത്തപ്പഴം മുങ്ങി കിടക്കണ അത്രയും വെള്ളം വേണം. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് ഈത്തപ്പഴം കുതിർത്തി വെക്കുന്നത്. ഞാൻ വൈകുന്നേരമാണ് അച്ചാർ ഉണ്ടാക്കുള്ളൂ. നമുക്കത് അടച്ചിട്ട് മാറ്റിയേക്കാം. ആ സമയത്ത് നമ്മുടെ ഉണക്കമുളകൊക്കെ നന്നായി വെയിലത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ചൂടായിട്ട്. ഇനി നമുക്കതിനൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൊടി ആക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ നാടൻ വെളുത്തുള്ളി എടുത്തിരിക്കുന്നുണ്ട്, ആ മെലിഞ്ഞ ടൈപ്പ് 2 എണ്ണം എടുത്തിരുന്നു, അത് തൊലിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിനുള്ളത്. പിന്നെ നമ്മൾ രാവിലെ കുതിർത്ത് വെച്ച ഈത്തപ്പഴം നന്നായി കുതിർന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് വിനീഗറും, അത്രേ വേണ്ടുള്ളൂ, പൊടിച്ച് വെച്ച മുളകും. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിൽ വേണം ചെയ്യാൻ. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് അതും വെയിലത്ത് വെച്ച് ഉണക്കിയിരുന്നു. അപ്പോൾ ആദ്യം നമുക്കൊരു ലെയറിൽ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ആ തേങ്ങ വെള്ളം വീണാലും കുഴപ്പമില്ല കേട്ടോ, വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്തുള്ളി തൊലിച്ചത്, പിന്നെ മുളക് ചതച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അങ്ങനെ ഓരോ ലെയറിലും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ഈത്തപ്പഴം, അങ്ങനെ ബോട്ടിൽ നിറയണവർക്കും നമുക്കത് ഇട്ട് കൊടുക്കാം. ഈ ഒരു അച്ചാർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടുപ്പിലും വെക്കണ്ട, എണ്ണയും വേണ്ട, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നിറച്ച് കഴിഞ്ഞു. പിന്നെ ഏറ്റവും മുകളിൽ വിനീഗർ ഒഴിക്കണം. അപ്പോൾ ആ ബോട്ടിൽ നിറയണ വരെ നമ്മൾ വിനീഗർ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ അടച്ച് വെക്കാം. ഉടനെ തന്നെ അത് കഴിക്കാൻ പറ്റില്ല. ഇനി ഒരു 3 ദിവസം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, പുറത്തുതന്നെ ഇരുന്നോട്ടെ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വേവിച്ചിട്ടുമില്ല, എണ്ണയൊന്നും ഒഴിച്ചിട്ടുമില്ല, അപ്പോൾ കേടുവരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഒരു പ്രശ്നവുമില്ല, കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ മുളകും വെളുത്തുള്ളിയും ഈത്തപ്പഴവും ഉപ്പൊക്കെ നമ്മൾ ലെയറാക്കിയിട്ടാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ചെറിയ ബോട്ടിലായതുകൊണ്ട് ഞാൻ സ്പൂണിട്ട് ഇളക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളി ഈത്തപ്പഴവും എല്ലാം ഒന്ന് നന്നായി മിക്സ് ആവണം. ഇനി വിനീഗർ പോരാ, ഒരുപാട് കട്ടിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ ഒഴിക്കുക. ഇനി ഇതിങ്ങനെ ഇളക്കിയിട്ട് വിനീഗർ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് വീണ്ടും അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് യൂസ് ചെയ്യുക. അപ്പോൾ മൊത്തം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക കേട്ടോ, നല്ല ഒരു ടേസ്റ്റ് വരുള്ളൂ. അതിലത്തെ ഈത്തപ്പഴമൊക്കെ ഫുള്ളായിട്ട് നന്നായി അലിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി മാത്രം അങ്ങനെ തന്നെ ഇരിക്കും, നമ്മൾ വേവിക്കാത്ത വെളുത്തുള്ളിയല്ലേ. പിന്നെ ഒന്നാമത് വിനീഗറും ഒഴിക്കുന്നുണ്ട്, അപ്പോൾ വെളുത്തുള്ളിക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും, അത് വെന്തുടഞ്ഞ് പോകുന്നില്ല. പക്ഷേ കഴിക്കുമ്പോൾ കുറച്ച് ഈത്തപ്പഴം ഒരു വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.